ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ജോലിയെടുത്ത് ആകെ വയ്യാതായിട്ട്, മാത്രമല്ല നമ്മുടെ അച്ഛമ്മ ഒരുപാട് തുണി എടുക്കാനായിട്ട് ശ്രുതിക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് ശ്രുതി വേഗം മീരയെ വിളിക്കുകയാണ്. കാരണം മീരയ്ക്ക് എന്തെങ്കിലും ഒരു സൂത്രം തനിക്ക് പറഞ്ഞു തരാനാവുമല്ലോ എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്. മീര ഫോൺ എടുത്ത ഉടനെ തന്നെ ശ്രുതി പറയുന്നത്, ഞാൻ വിചാരിച്ചു നീ എന്നോട് പിണക്കമായിരിക്കും, ഫോൺ എടുക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ എങ്ങനെ വിചാരിക്കുന്നത്, നേരത്തെ എനിക്കറിയാമല്ലോ, ഇപ്പം നീ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്നൊക്കെ ഒരു ശ്രുതിനെ കൊള്ളിച്ച് തന്നെ നമ്മുടെ മീര സംസാരിക്കുക. അപ്പൊ സംസാരത്തിൻ്റെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, മീര ഇവിടെ അച്ഛമ്മ വന്നിട്ടുണ്ട്, രേവതിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മ മനഃപൂർവ്വം ഇവിടുന്ന് പോയതാണെന്ന് തോന്നുന്നു, ഇപ്പം എല്ലാ ജോലികളും എൻ്റെ തിരക്കായി എന്നെ അച്ഛമ്മ കൊന്നെടുക്കുകയാണെന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് മീര പറയുന്നത്, അതെന്തായാലും നല്ല കാര്യമായി പോയി, നീ കാരണമല്ലേ രേവതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, അതുകൊണ്ട് ഇതെല്ലാം തന്നെ നീ തന്നെ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പറയുകയാണല്ല, ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യാനാണ് പ്ലാനിങ് എന്ന് ചോദിക്കുന്ന നേരത്തെ അച്ഛമ്മ എന്നോട് തുടയ്ക്കാൻ പറഞ്ഞിട്ട്, ആ ഒരു സമയത്ത് എനിക്ക് നടുവേദന വന്നു എന്ന് പറഞ്ഞൊരു ആക്ടിങ് കാണിക്കുന്നത്. നിനക്കറിയാമോ, രേവതിക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് സച്ചി എന്തൊരു കെയറിങ്ങോടുകൂടി നോക്കുന്നതെന്നറിയാമോ, ഒരു 2-3 ആഴ്ച എനിക്ക് സുഖമില്ല എന്ന് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രുതി എന്നെ അതേ രീതിയിൽ തന്നെ നോക്കുമെന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത്, സച്ചിയല്ല ശ്രുതി, അത് നീ ഓർക്കണമെന്ന് മീര പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ ശ്രുതി എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്തായാലും ഇനി ആക്ടിങ് തുടങ്ങാൻ പോവാണ്, അച്ഛമ്മ എന്നോട് തുടയ്ക്കാൻ പറയുന്ന സമയത്ത് നടുവേ ഒന്ന് ഉളുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 5-6 ആഴ്ച റെസ്റ്റ് എടുക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. എന്തായാലും ഈ ഒരു ഉപായം നോക്കട്ടെ, അവസാനം അച്ഛമ്മ തന്നെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുമെന്നൊക്കെ ശ്രുതി പറയുന്ന നേരത്തെ, ഇതെന്തായാലും കുഴപ്പമില്ലാത്തൊരു പ്ലാനിങ് ആണ്, ചിലപ്പോൾ ഈ ഒരു ജോലികളൊക്കെ ചെയ്ത് അവസാനം പാടില്ലാതെ തന്നെ അച്ഛമ്മ ഇവിടെ നാട് വിട്ടോളും എന്നൊക്കെ മീര പറയുകയാണ്. അങ്ങനെ ആ ഒരു പ്ലാനിങ് തയ്യാറാക്കാമെന്നുള്ള പദ്ധതിയോട് കൂടി തന്നെ നമ്മുടെ ശ്രുതി കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ പാർക്കിലേക്കുള്ള യാത്രയാണ് കേട്ടോ. എത്ര നാളായി പാർക്കിലേക്ക് പോയിരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോട് കൂട്ടിയിട്ടാണ് ശ്രുതി കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ശ്രുതിനെ തട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഗുണ്ട ശ്രുതിനെ ഫോളോ ചെയ്യുന്ന ശ്രുതിയായിട്ട് അറിയുന്നുമില്ല. അവസാനം ശ്രുതി സ്ഥിരം പോകുന്ന പാർക്കിന്റെ മുമ്പിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പുറകെ ഫോളോ ചെയ്ത് വരുന്ന ഗുണ്ട എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്താ ഇവിടെ എന്തായിരിക്കും കാര്യം, ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഇവരുടെ മെയിൻ ആയിട്ടുള്ള അത് ഗുണ്ടയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവൻ ഇവിടെ ഉണ്ട്, അവൻ പാർക്കിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പാർക്കിൽ എന്താ അവന് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ബിസിനസിന്റെ കാര്യമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വന്നതായിരിക്കും, സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ അതൊക്കെ കരുതി വന്നതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും, നീ എന്തായാലും അവൻ വേറെ എങ്ങോട്ടേലും പോകണ്ടോ നന്നായിട്ട് ശ്രദ്ധിക്കണം, അവനെ ഏത് സമയത്ത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ കോള് കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പാർക്കിന്റെ ഉള്ളിലേക്ക് ചെന്നതിന് ശേഷം തന്റെ പഴയകാല കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുകയാണ്. എൻ്റെ ബെഞ്ച്, എൻ്റെ പാർക്ക്, എന്തോരം നല്ല കാര്യങ്ങളാണ് ഇവിടെ വെച്ച് ഉണ്ടായത്, എൻ്റെ മനസ്സിന് എന്ന് സന്തോഷമുണ്ടായിട്ട് കാര്യങ്ങൾ സംഭവിച്ചത് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആനന്ദം വരുന്നത്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ ആനന്ദിനും ഭയങ്കര സന്തോഷമാവുന്നത്, ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം പറയാണ്, ഇന്ന് കൊച്ചിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന് ശ്രുതിനെ കൂട്ടി കറങ്ങാൻ പോകാമെന്ന് കരുതി വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ശ്രുതിക്ക് ഇറങ്ങാൻ സാധിച്ചില്ല, ഇനി ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്തായാലും പഴയകാല കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയെ സച്ചിയുമാണ്. രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് അച്ഛമ്മ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നത്, ഇവിടെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം അടുക്കള ക്ലീൻ ചെയ്യാൻ, എന്നിട്ട് വേണം മുറികൾ ക്ലീൻ ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നീയല്ല, പിന്നെ വേറെ ആരാ മോളെ ഇതൊക്കെ ചെയ്യേണ്ടത്, നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ശരീരത്തിന് വഴക്കങ്ങളൊക്കെ ഉണ്ടാവും, നീ കണ്ടിട്ടില്ലേ പണ്ടുള്ള കാരണവന്മാര് അമ്മയിലിട്ട് അരയ്ക്കുകയും ഇടിക്കുകയും അതുപോലെ തന്നെ എല്ലാ ജോലികളും അവർ തന്നെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് പ്രസവത്തിന്റെ സമയത്ത് അവർക്കെല്ലാം സുഖപ്രസവമായിരുന്നു. ഇപ്പൊ കണ്ടില്ല, എല്ലാവർക്കും കത്തി വെച്ചാൽ മാത്രമേ പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോഴത്തേക്കും, അതാണ് ഇത് കണ്ടില്ല എൻ്റെ രേവതി എല്ലാ പണികളും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സുഖപ്രസവമായിരിക്കുമല്ല അച്ഛമ്മേന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്ന സമയത്ത്, മീശ വെച്ച് നടന്നാൽ മാത്രം പോരാ, ആദ്യം അവർക്ക് അങ്ങനെ ഒരു വിശേഷം ഉണ്ടാക്കാൻ നീ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ആകെ നാണം കെടുക കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ ശ്രുതിനോട് തുടയ്ക്കാൻ പറയുന്ന സമയത്ത് ശ്രുതി ഒരു കണക്കിനായിട്ട് അവിടെ തുടച്ചിരുന്നത്. ആ ഒരു കാഴ്ച കാണുമ്പോഴത്തെ രേവതിയും സച്ചിയും പരസ്പരം മുഖം നോക്കുന്നുണ്ട്. തുടച്ച് കുറച്ച് കഴിയുമ്പോഴത്തെ ശ്രുതി വേഗം തന്നെ, അയ്യോ എൻ്റെ നടുവ് ഉളിക്കേന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കുക, എന്ത് പറ്റി മോളെ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ നടുവ് ഉളിക്കുക അച്ഛമ്മ, എന്നെ 3-4 ആഴ്ച റെസ്റ്റ് വേണമെന്ന് തോന്നുന്നു. ഇല്ലേ രേവതി, എന്തായാലും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ശ്രുതി ഉണ്ടല്ലോ, എനിക്ക് പറ്റില്ല അച്ഛമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മയ്ക്കാണെങ്കിലോ ശ്രുതിയുടെ കള്ളത്തരമാണെന്ന് മനസ്സിലായെങ്കിൽ സാരില്ല, മോള് പോയി ഒന്ന് റെസ്റ്റ്
തുടച്ചെടുക്ക്, അച്ഛമ്മ ബാക്കിയുള്ളത് തുടച്ചിട്ടോളാമെന്നും പറഞ്ഞിട്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി ചിന്തിക്കുന്ന വെച്ചാൽ എന്നെ ജോലി എടുത്ത് ഇവിടെ മുടിപ്പിക്കാമെന്ന് കരുതിയല്ലേ തള്ള, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന അതേ സമയം തന്നെ അച്ഛമ്മ ചിന്തിക്കുകയാണ്, നിന്റെ കള്ളത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല ശ്രുതി, നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ അച്ഛമ്മയെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. രേവതിയോടായിട്ട് സച്ചിൻ പറയുന്നുണ്ട്, ഇത് ഇവളുടെ കള്ളത്തരമാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ വായ രേവതി അടപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതി പാർക്കിലാണ്, അവനെ പുറത്തിറങ്ങുന്ന നേരത്തെ തന്നെ പിടിച്ചുകൊണ്ട് പോകണമെന്നുള്ളൊരു ഉറപ്പോട് കൂടി തന്നെ ബാക്കിയുള്ള ഗുണ്ടകളും കൂടി അങ്ങോട്ടേക്ക് വരാണ്. വന്നിരിക്കുന്നവരെയും കൂട്ടിക്കൊണ്ട് ശ്രുതിനെ ഫോളോ ചെയ്തിരിക്കുന്ന ആൾ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഇരുന്ന ബെഞ്ചിൽ ശ്രുതിനെ കാണാനില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഗുണ്ടകളുടെ തലവൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ട്, അവൻ എവിടെയെന്ന് ചോദിക്കുന്ന നേരത്തെ അവനെ ഞാൻ ഇവിടെയാണ് കണ്ടത്, പക്ഷേ എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വാ നമുക്ക് തിരയാമെന്നും പറഞ്ഞുകൊണ്ട് ഇവര് ശ്രുതിനെ അന്വേഷിച്ച് നടക്കാൻ കേട്ടോ. ആ ഒരു സമയത്താണ് പാർക്കിലൂടെ സീസോയിൽ കറങ്ങി അടിച്ച് കിടക്കുകയാണ് നമ്മുടെ ശ്രുതിനെ കാണുമ്പോൾ തന്നെ പറയാം, ദേ നിൽക്കുന്നു അവന്ന് നമ്മുടെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ഗുണ്ട പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇത് എന്തോ ബുദ്ധിമാന്റെ സംഭവിച്ച പ്രായപൂർത്തിയായിട്ടുള്ള യുവാക്കളാണ് തോന്നുന്നു, കണ്ടില്ലേ സീസോയിലേക്ക് കയറി കറങ്ങുന്നത്, ഇത് അവനാവാൻ സാധ്യതയല്ലേ, അവൻ വലിയ ബിസിനസ് ഒക്കെ നടത്തുന്നവനല്ലേ, എന്നാലും നോക്കിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണിലും തിരയാണ്ട് ഫോണിലെ ഫോട്ടോ നോക്കുന്ന നേരത്തെ ആളൊന്നും മാറിപ്പോയിട്ടില്ല, ഇത് അവൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയാണ്. അതിനുശേഷം ശ്രുതി പാർക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഈ ഗുണ്ടകള്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.